ട്രെയിൻ യാത്രയ്ക്കിടെ അതിക്രമത്തിനിരയായ യുവതിയോട് സംസ്ഥാന സർക്കാരിന്റെ ക്രൂരത. കഴിഞ്ഞ വർഷം നവംബറിൽ വർക്കലയിൽ യുവതിയെ മദ്യപാനി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ തുടർ ചികിത്സയ്ക്ക് വഴിമുട്ടി നിൽക്കുകയാണ് കുടുംബം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നും കുട്ടിയുടെ അമ്മ പരാതിപ്പെടുന്നു. 2025 നവംബർ 2 ആ ദാരുണ സംഭവം. വഴി തടസ്സപ്പെടുത്തിയ മദ്യപാനിയായ യുവാവിനെ ചോദ്യം ചെയ്തതോടെ ഇയാൾ യുവതിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തി. ഗുരുതര പരുക്കേറ്റ തിരുവനന്തപുരം പാലോട് സ്വദേശിനിയായ ശ്രീകുട്ടി മരണത്തെ മുഖാമുഖം കണ്ടു. തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തുടർന്നെങ്കിലും ഇപ്പോഴും സാധാരണ അവസ്ഥയിലെത്തിയിട്ടില്ല. നിലവിൽ മലപ്പുറം എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ് ചികിത്സ. എന്നാൽ ഇതിനകം തന്നെ കുടുംബത്തിന് ലക്ഷങ്ങൾ ചികിത്സയ്ക്കായി ചിലവായി. സംസ്ഥാന സർക്കാർ ചികിത്സ പൂർണ്ണമായും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. തുടർ ചികിത്സ വഴിമുട്ടിയതോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ തന്നെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. എന്നിട്ടും കൈ മലർത്തുകയായിരുന്നു. മുഖ്യമന്ത്രിനെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു, എന്റെ അവസ്ഥ കാര്യങ്ങളും പറഞ്ഞു. ആശയിൽ പോയി അപേക്ഷ കൊടുത്തു, അതിന്റെതെല്ലാം വാങ്ങിക്കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇങ്ങനൊരു അപകടം പറ്റിയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണ്ടേ? ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് മാത്രം നേരിട്ട് പോയി ആദ്യം പോയപ്പോ പി എന്നെ കണ്ടത്. സാറിന്റെ പേര് എനിക്കറിയില്ല. സാറിനെ കണ്ടു, ഞാൻ അപേക്ഷ കൊടുത്തു, അതിന്റെ ഡീറ്റെയിൽസ് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ പുള്ളിക്ക് എന്നെ മനസ്സിലായി, എന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അക്ഷയയിൽ വന്ന് എല്ലാം ചെയ്തത്. രണ്ടാമത് ഞാൻ പോകുമ്പോൾ, അതായത് ഈ മാസം ആദ്യത്തെ വീക്ക് ഞാൻ പോകുമ്പോൾ സാറിനെ ഡയറക്റ്റ് കണ്ടു. ഡയറക്റ്റ് കണ്ട് സാറിന്റെ കയ്യിലാണ് ഞാൻ പേപ്പർ കൊടുത്ത് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 2 ആഴ്ച 3 ആഴ്ച ഇതിപ്പോ 3ാമത്തെ ആഴ്ച ആവാൻ പോകുന്നുണ്ട്. ആദ്യ മാസങ്ങളിൽ റെയിൽവേയിൽ നിന്നും സഹായധനം ലഭിച്ചിരുന്നു. ഇതിനകം തന്നെ ഭീമമായ തുക കടത്തിലായാണ് ഇപ്പോൾ ചികിത്സ മുന്നോട്ടു പോകുന്നത്. സംസ്ഥാന സർക്കാർ കൂടി അവഗണിക്കുന്നതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.